ടെലിബ്യൂറോയിൽ നിന്ന് അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ ഞാൻ അനൂപിനെ കുറിച്ചാണ് കേട്ടോ വിചാരിക്കുന്നത്. നിങ്ങൾ പങ്കുവെച്ച ഒരുപാട് വാർത്തകൾ, നിങ്ങൾ പങ്കുവെക്കുന്ന ഒരേ രാഷ്ട്രീയം, ഒരേ ചിന്തകൾ, കാഴ്ചകൾ, ഇതൊക്കെ ആലോചിക്കുകയായിരുന്നു. അനൂപിന് എന്താണ് പറയാനുള്ളത്? അത് സംസാരിക്കാനുള്ള ഒരു മാനസിക നിലയിലൊന്നുമല്ല ഞാൻ ഉള്ളത്. പക്ഷെ മുകേഷിനെ പറ്റി ഇപ്പൊ പറയണം, അത് ആളുകൾ അറിയണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. മുകേഷ് സാധാരണഗതിയിൽ നമ്മൾ ഈ എന്ത് ജോലിയാണെങ്കിലും ആ ജോലി ചെയ്യുന്നത് പലപ്പോഴും ശമ്പളത്തിന് വേണ്ടിയാണ് ആളുകൾ ചെയ്യുന്നതെന്ന് പലപ്പോഴും തോന്നലുണ്ട്. പക്ഷെ മാതൃഭൂമി ന്യൂസിൽ മുകേഷ് പണിയെടുത്തത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ സജീവമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന്, മുകേഷിന്റെ ശമ്പളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റാളുകളുടെ ശമ്പളത്തിൽ നിന്ന് പണം പിരിവിട്ട് മുകേഷ് എഴുതിയ അതിജീവനത്തിലെ ലേഖനത്തിലെ ആളുകൾക്ക് മാസ ചെലവിന് വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട് മുകേഷ്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആ പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യന് ഗുണപരമായി എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് മുകേഷ് എപ്പോഴും ചിന്തിച്ചിരുന്നത്. എനിക്ക് ഉറപ്പാണ് ആ കാട്ടാന ആക്രമണം നടക്കുന്ന സ്ഥലമാണ്, തുടർച്ചയായി കാട്ടാന ആക്രമണം നടക്കുന്ന സ്ഥലമാണ് പാലക്കാട്. അതിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എത്ര കുഴപ്പം പിടിച്ചതാണ് എന്ന് ഏറ്റവും നല്ല ദൃശ്യത്തിലൂടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലായിരിക്കും മുകേഷിനെ ആന ആക്രമിച്ചിട്ടുണ്ടാവുക. ശരി മധു. ശരിയാണ്. എ.വി. മുകേഷിന്റെ മരണ വാർത്തയാണ് ഈ സമയത്ത് എത്തിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാനാണ് എ.വി. മുകേഷ്. 34 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് മലമ്പുഴ ഭാഗത്തുള്ള വനമേഖലയിൽ കാട്ടാനകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്.